അപ്പോൾ ഗൈസ്, നമ്മൾ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് താഴെ ഇറങ്ങി കേട്ടോ. ഇവിടുത്തെ സ്റ്റാളുകളൊക്കെ കണ്ടു, ചായയും കുടിച്ചു, നാട്ടുകാരെ കണ്ടു, വന്നവരെ കണ്ടു, എല്ലാ രുചികളും കാര്യങ്ങളും ടേസ്റ്റും എല്ലാം അറിഞ്ഞു കേട്ടോ. എല്ലാവരും ഇവിടെ സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം. പിന്നെ നമ്മൾ വന്ന വഴിയിലൂടെ അല്ല തിരിച്ചു പോകുന്നത് കേട്ടോ. ഈ പോകുന്ന വഴിയെന്ന് വെച്ചാൽ ചെങ്കള വഴിയാണ്. ചെങ്കള 4 മൈലിലേക്കുള്ള വഴിയാണ് കേട്ടോ. നമ്മൾ വന്നേക്കുന്നത് 4 മൈൽ ചേരൂർ ഇങ്ങനെ താഴെ ഇറങ്ങിയാണ് വന്നേക്കുന്നത് തൂക്കുപാലത്തിലേക്ക് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തിരിച്ചു പോകുന്നത് ഈ വഴിയെന്ന് വെച്ചാൽ ചെങ്കളം വഴി 4 മൈലിലോട്ടാണ് കേട്ടോ. പിന്നെ വലിയ തിരക്കൊന്നുമില്ല. ഇടയ്ക്കെല്ലാം വീടുകൾ കാണാം. പിന്നെ ഇതൊരു പാടം, എന്താ പറയുന്നത്, ഒരു പാടമുള്ള പ്രദേശമാണ്. ഒരു തോട്ടമെല്ലാം പോലത്തെ അല്ല, തോട്ടം തന്നെയാണ്. അതിൻ്റെ നടുക്കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടുള്ളത് കേട്ടോ. 2 സൈഡും കവുങ്ങ് കാണാം. ഒരു എന്താ പറയുക, പച്ചപ്പിൽ പുതപ്പിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും റൂട്ട് നല്ല രസമുണ്ട്. നല്ലൊരു വിശാലത കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നാട്ടിലെ ഇത്തരം വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിപ്പോൾ എൻ്റെ സ്വന്തം നാടും അതെ. ഒരു പ്രത്യേക ഒരു ഫീൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നുണ്ട്. പിന്നെ മഴ പെയ്തതുകൊണ്ട് റോഡൊന്നും അത്ര വലിയ കുഴപ്പമില്ല. എന്താ പറയുന്നത്, കോൺക്രീറ്റ് റോഡാണ്. അടുക്ക് താറിട്ട റോഡ്, ചെറിയ വഴിയാണ് എങ്കിലും മഴ പെയ്തതുകൊണ്ട് വെള്ളം ഇങ്ങനെ റോട്ടിൽ കെട്ടി കിടക്കുന്നുണ്ട്. അതർവൈസ് റോഡിന് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ 2 ഭാഗത്തും വീടുകളുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് പാടം, പിന്നെ നല്ല പച്ചപ്പ്. ഇതെല്ലാം കണ്ടുകൊണ്ട് പതുക്കെ പോകുമ്പോൾ തന്നെ നല്ലൊരു യാത്ര ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫീലും നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് പാടാണ് കേട്ടോ. എൻ്റെ ഇടത്തെ സൈഡ് കാണുന്നത്, വലത്തെ സൈഡ് വീടുകളുണ്ട്. JCB ഉണ്ട് പണിയെടുത്തുകൊണ്ട്. നല്ലൊരു വിശാലത തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് എനിക്ക് ഈ വഴിയിലൂടെ പോകുമ്പോൾ. നല്ലൊരു നാട്ടുപ്രദേശം തന്നെയാണ് കേട്ടോ. ഒരു നഗരപ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞെടുക്കുന്ന ഒരു നാട്ടുപ്രദേശം. പിന്നെ നമ്മൾ മെയിന് സൂക്ഷിക്കേണ്ട ഒന്നുണ്ട് കേട്ടോ. ഈ ഒരു റോഡ് എന്ന് പറഞ്ഞെങ്കിൽ പാടാണ്. കണ്ടമാനം വീടുകളുണ്ട് 2 സൈഡും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും, ചാടി കളിക്കും. കുട്ടികൾക്കൊന്നും അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ റൈഡ് ചെയ്ത് വരുന്ന നമ്മളായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇപ്പം നല്ലൊരു അടിപൊളി കുഴപ്പമില്ലാത്തൊരു റോഡിലോട്ടാണ് കേട്ടോ കയറിയിരിക്കുന്നതിന്. നല്ല രസമുണ്ട്. 2 സൈഡ് ഒരു എന്താ പറയുന്ന പച്ചപ്പും കവുങ്ങും പാടവും നല്ല ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ട് എനിക്ക്. എന്നെ വളഞ്ഞ് പൊളിഞ്ഞ് തിരിച്ചെടുക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ചങ്ങള ഭാഗത്തോട്ടേക്ക് എത്താറായി. ഇവിടുന്ന് ഈ കാറുകാരൻ എന്നോട് തൂക്കുപാലത്തിലേക്കുള്ള വഴി ചോദിച്ചാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നേരെ വിട്ടോളി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി. അങ്ങനെ നമ്മൾ ചങ്ങള ഭാഗത്തേക്ക് യാത്ര തുടർന്നു. ഇവിടെ ചെറുതായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത മെക്കാടം പോലെ തോന്നിക്കുന്ന ഒരു റോഡിലോട്ട് കയറി കേട്ടോ. ഇത് ചെങ്കളയിലോട്ടേക്കുള്ള മേളിലോട്ടേക്ക് കയറുന്ന ഒരു റോഡാണ്. ഈ റോഡ് ചെങ്കള പള്ളീൻ്റെ അടുത്തേക്ക് എത്തിക്കും. അതെ, ഇതൊരു കോൺക്രീറ്റ് റോഡാണ്. കുറച്ച് ഭാഗം ഇത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ചെങ്കളയിലേക്ക് എത്തി കേട്ടോ.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് മെക്കാട് റോഡാണ്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഇടത്തെ സൈഡ് കാണുന്നത് പള്ളിയാണ്, മസ്ജിദാണ്. ഇതിങ്ങനെ മേളിലോട്ടേക്ക് ഈ റോഡ് പോകുന്നത് 4 മൈൽ ജംഗ്ഷനിലോട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല പച്ചപ്പും. സത്യം പറഞ്ഞാൽ മഴ പെയ്തിട്ട് പച്ചപ്പായതാണ്. ശരിക്കും പറഞ്ഞാൽ കാടാണ് ഇത് രണ്ടും, അല്ലേ ഗൈസ്? എന്താ പറയുന്നത്, ലൈക്ക് ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ കാഴ്ചകൾ മാത്രം കാണുന്നതിലല്ലല്ലോ ഒരു യാത്ര. അവിടേക്ക് പോണ വഴിയും തിരിച്ച് വരുന്ന വഴിയും ഒക്കെ കാണുമ്പോഴുള്ള ആ ഒരു കാഴ്ചയാണ് എന്താ പറയുന്നത്, നമ്മളെ കൂടുതലും ഭംഗിയാക്കുന്നത്, യാത്രയ്ക്ക് ഭംഗിയാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ അത് തന്നെയാണ് എനിക്ക് അനുഭവിച്ചറിയുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഗൈസ്, പിന്നെ ഇനി 4 മൈലിലോട്ട് എത്താൻ അധികം ദൂരമൊന്നുമില്ല, ഉടനെ ഇപ്പം എത്തും. അപ്പോൾ ഇന്നത്തെ തൂക്കുപാലം യാത്രയും അവിടുത്തെ കാഴ്ചകളും പിന്നെ തിരിച്ച് ചങ്കള വഴി വന്ന ഈ റൂട്ടും യാത്രയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഇതുപോലത്തെ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ യാത്രകളും കാഴ്ചകളും ഇനിയും റൂട്ട് സ്റ്റോറീസ് ചാനലിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഗൈസ്, ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്ന കുറേ പേരുണ്ട്, പിന്നെ ലൈക്ക് ചെയ്യുന്നില്ല, കമൻസ് എല്ലാം കുറവാണ്. എനിക്ക് നിങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞെങ്കിലല്ലേ എനിക്ക് മുമ്പോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമൻറ്റ് രൂപത്തിൽ ആയിട്ടൊന്ന് വരട്ടെ കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, അതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 4 മൈൽ ജംഗ്ഷനിലോട്ട് എത്തി കേട്ടോ. മെയിൻ ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. ഹൈവേ അല്ല, ഹൈവേ ആ മേളിൽ കാണുന്ന അതാണ്, ഇത് സർവീസ് റോഡാണ്. അപ്പോൾ ഇനി അടുത്തൊരു യാത്രയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെ റൂട്ട് സ്റ്റോറീസിനൊപ്പം യാത്ര തുടരാം. എന്തായാലും എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ. പിന്നെ ഏത് തരത്തിലുള്ള വീഡിയോസ് വേണം എന്നുള്ളതൊന്ന് നിങ്ങൾ പറയണം കേട്ടോ. അത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.